إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് അറിയിച്ചു തന്നു. വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ്യ والمتجالسين فيا والمتزابرين فيا والمتبادلين فيا. എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക്, എന്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവർക്ക്, എന്റെ മാർഗത്തിൽ പരസ്പരം ഇരിക്കുന്നവർക്ക്, എന്റെ മാർഗത്തിൽ പരസ്പരം ചിലവഴിക്കുന്നവർക്ക് എന്റെ മഹബ്ബത്ത് അത് നിർബന്ധമായിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ഒത്തുചേരൽ, നമ്മൾ ഈ ഒന്നിച്ചിരിക്കുന്നത് ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൽമിനെ കുറിച്ചും ഇൽമിന്റെ മാർഗത്തിൽ വരുന്ന തടസ്സങ്ങളെ കുറിച്ചുമാണ് ഒരൽപ്പം വിശദീകരിക്കാൻ ഇന്നത്തെ സംസാരത്തിലൂടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടെ പറയാൻ, അത് അമലാക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖ്ലാഖുൽ ഉലമാ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ആജിരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല വതഖദ്ദസത് അസ്മാഉഹു ഇഖ്തസ്സ മിൻ ഖൽഖിഹി മൻ അഹബ്ബ ഫഹദാഹും ലിൽ ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരു വിഭാഗത്തെ അല്ലാഹു വിശിഷ്ടരായി കണ്ടു. അവരെ ഈമാനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി നടത്തി, അവർക്ക് ഹിദായത്ത് കൊടുത്തു. ثم اختص من سائر المؤمنين من أحب فتفضل عليهم فعلمهم الكتاب والحكمة. ആ ഈമാനുള്ള ആളുകളിൽ നിന്ന് ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്തു. അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരു വിഭാഗത്തെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ട് ഫഅല്ലമഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു. വഫഖഹും ഫിദ്ദീൻ, അവർക്ക് ദീനിൽ അവഗാഹം നൽകി. വഫദ്ദലഹും അലാ സായിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ ശ്രേഷ്ഠതയുള്ളവരാക്കി അവരെ മാറ്റി. വദാലിക ഫീ കുല്ലി സമാനിൻ വ അവാൻ, അതെല്ലാ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. റഫഅഹും ബിൽ ഇൽമി വസയ്യനഹും ബിൽ ഹിൽം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ കൊണ്ട് അവരെ ഉയർത്തി. ബിഹിം യുഅറഫുൽ ഹലാലു മിനൽ ഹറാം, ഹറാമിൽ നിന്ന് നമുക്ക് അനുവദനീയമായത് എന്ത് എന്ന് ആ ആലിമീങ്ങളെ കൊണ്ടാണ് തിരിച്ചറിയപ്പെടുന്നത്. വൽ ഹഖ്ഖു ബിൽ ബാത്തിൽ മിനൽ ബാത്തിൽ, ബാത്തിലിൽ നിന്ന് ഹഖിനെ വേർതിരിക്കപ്പെടുന്നത്, തിരിച്ചറിയപ്പെടുന്നത് അവർ മുഖേനയാണ്. വദ്ദാറു മിനൻ നാഫിഅ, ഉപകാരമുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപദ്രവമായി തീരുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് ആ ഉലമാക്കൾ മുഖേനയാണ്. വൽ ഹസനു മിനൽ ഖബീഹ്, മോശം കാര്യങ്ങളിൽ നിന്ന് നല്ലതിനെ വേർതിരിച്ചറിയാൻ സാധിക്കുന്നത് ആ ഉലമാക്കൾ മുഖേനയാണ്. ഫദ്ലുഹും അദീം, അവരുടെ ശ്രേഷ്ഠത അത് വളരെ വലുപ്പമുള്ളതാണ്. വഖൈറുഹും ജസീം,
വറസത്തുൽ അംബിയ, അവർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. വഖുറത്തു ഐനിൽ ഔലിയ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുത്ത അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കണ്ണിന്റെ കുളിർമയാണ്. അൽ ഹൈതാനു ഫിൽ ബിഹാരി ലഹും തസ്തഗ്ഫിർ, കടലിലുള്ള മത്സ്യങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ തേടുന്നു. വൽ മലായികതു ബിഅജ്നിഹതിഹാ ലഹും തഖ്ള, മലക്കുകൾ അവർക്ക് വേണ്ടി ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠരായ ആളുകളാണ്. വഅഅലാ ദറജതൻ മിനൽ സുഹാദ്, പരിത്യാഗികളായ, ഭൗതിക ജീവിത പരിത്യാഗികളായ ആളുകളെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവിയുള്ള ആളുകളാണ്. ഹയാത്തുഹും ഗനീമ, അവരുടെ ജീവിതം ഗനീമയാണ്. വമൗതുഹും മുസീബ, അവരുടെ മരണം മുസീബത്താണ്. യുദക്കിറൂനൽ ഗാഫിൽ, അശ്രദ്ധയിൽ ജീവിക്കുന്ന ആളുകളെ ഉണർത്തുന്നവരാണവർ. വയുഅല്ലിമൂനൽ ജാഹിൽ, അറിവില്ലാതെ നടക്കുന്ന ആളുകൾക്ക് ഇൽമ പകർന്നു കൊടുക്കുന്നവരാണവർ. വലാ യഖാഫു മിൻഹും ഗായില ബിഹുസ്നി തഅദീബിഹിം യതനാസഉൽ മുതീഊൻ വബിജമീലി മൗഇലതിഹിം യർജിഉൽ മുഖസ്സിറൂൻ, അവരുടെ മനോഹരമായ ഉപദേശങ്ങൾ കൊണ്ട് ജീവിത ബാന്ധാവിൽ വഴിതെറ്റിപ്പോയ ആളുകൾ, വീഴ്ചകൾ വന്ന ആളുകൾ ഖേദിച്ചു മടങ്ങുന്നു. ജമീഉൽ ഖൽഖി ഇലാ ഇൽമിഹിം മുഹ്താജ്, മുഴുവൻ സൃഷ്ടികളും അവരുടെ അറിവിലേക്ക് ആവശ്യക്കാരാണ്. ഫഹും സിറാജുൽ ഇബാദ്, അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് വിളക്കുകളാണ്. വമനാറുൽ ബിലാദ്, അവർ നാടിന്റെ പ്രകാശഗോപുരങ്ങളാണ്. അതുപോലെ തന്നെ അവർ കടലിൽ പോകുന്ന ആളുകൾക്ക്, കപ്പലിൽ ഇരുട്ടിൽ വഴിയറിയാതെ ദിശയറിയാതെ അലയുന്ന ആളുകൾക്ക് നക്ഷത്രങ്ങൾ എങ്ങനെയാണോ വഴികാട്ടിയാകുന്നത്, അതുപോലെ ഈ ലോകത്തിന് അവർ വഴികാട്ടികളാണ്. ആ നക്ഷത്രം അസ്തമിച്ചു പോയാൽ, അതിന്റെ പ്രഭ കെട്ടുപോയാൽ ആളുകൾ വഴിയറിയാതെ പരിഭ്രമിച്ചു പോകും എന്ന് ഇമാം ആജുബി റഹിമഹുല്ലാഹ് ഉലമാക്കളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ നിന്ന് ഈമാനുള്ള ആളുകൾക്ക്, നിങ്ങളിൽ നിന്ന് അറിവ് നൽകപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പദവികൾ പല പടികളായി ഉയർത്തുമെന്നും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നു, അത് ദുനിയാവിലും ആഖിറത്തിലും, ഈ ദുനിയാവിൽ തന്നെയും നാളെ ആഖിറത്തിലും അവർക്ക് അവരുടെ പദവികൾ ഇൽമു മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും എന്നുള്ളതാണ്. അല്ലാഹു വീണ്ടും പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടുന്നത് അറിവുള്ള ആളുകൾ മാത്രമാണ്. ഇന്നമ എന്ന പ്രയോഗം അത് ഹസ്റിനുള്ള പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ അവർ മാത്രമാണ് എന്നർത്ഥം അവിടെ ലഭിക്കും എന്നുള്ളതാണ്. ഇന്നമ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഇൽമുള്ള ആളുകൾ മാത്രമാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും അറിവന്വേഷിക്കുന്ന മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ മലായിക ലതദഉ അജ്നിഹതഹാ ലിത്വാലിബിൽ ഇൽമി ലിറബ്ബിമാ യസ്നഅ, ഇൽമു തേടുന്ന ആൾ അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ മനോഹാരിത കൊണ്ട്, അവൻ ചെയ്യുന്ന അമലിനോടുള്ള അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി ചിറകുകൾ താഴ്ത്തി കൊടുക്കും. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സൃഷ്ടികൾ ആലിമിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ തേടും.
വൽഹീതാനു ഫീ ജൗഫിൽ മാ, അതുപോലെ തന്നെ ആടിയുടെ ഉൾത്തട്ടിലുള്ള മത്സ്യങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ തേടും. وإن فضل العالم على العابد كفضل القمر ليلة البدر على سائر الكواكب. 14-ാം രാവിലെ ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങളും എങ്ങനെയാണോ വ്യത്യാസമുള്ളത്, അതുപോലെയാണ് ഇൽമുള്ളവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. وإن العلماء ورثة الأنبياء, ഉലമാക്കൾ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. وإن الأنبياء لم يورثوا دينارا ولا درهم, അമ്പിയാക്കൾ ദീനാറോ ദിർഹമോ അല്ല അനന്തരം വെച്ചു പോയത്. ഇന്നമാ വറസുൽ ഇൽം, അവർ അനന്തരം വെച്ചു പോയത് ഇൽമാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, ആരെങ്കിലും അത് സ്വീകരിച്ചാൽ നല്ലൊരു ഓഹരി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം ജീവനുള്ള ഹൃദയങ്ങളെ തട്ടിയുണർത്തുന്ന രൂപത്തിൽ, ജീവനുള്ള ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്ന രൂപത്തിൽ മനോഹരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം. മനോഹരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല രൂപത്തിൽ ഈ വാക്കുകളെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, യഅലം അന്നൽ ഇൽമ അശ്റഫു മാ റഗബ ഫീഹി റാഗിബ്. ഇൽം എന്നതാണ് ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും അധികം പ്രേരിപ്പിക്കേണ്ട വിഷയം, അതിൽ ഏറ്റവും അഹ്സനായ വിഷയം അത് ഇൽമാണ്. വഅഫ്ളലു മാ ത്വലബ വജദ്ദ ഫീഹി ത്വാലിബ്. തേടുന്നവൻ തേടിയ വിഷയത്തിൽ, പരിശ്രമിച്ച വിഷയത്തിൽ ഏറ്റവും നല്ല വിഷയം ഇൽമാണ്. വഅൻഫഉ മാ കസബഹു വഖ്തനാഹുൽ കാസിബ്. സമ്പാദിക്കുന്നവൻ സമ്പാദിച്ചതിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളതും ഇൽമാണ്. لأن شرفه يثمر على صاحبه وفضله ينمي على طالبه. അതിന്റെ ശ്രേഷ്ഠത അതിന്റെ ആൾക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ തേടുന്ന ആൾക്ക് അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം, ഒരുപാട് വളർച്ച നൽകുന്നതാണ് എന്ന് മഹാനായ ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഞാൻ ഇൽമിന്റെ ഫദ്ലുകൾ, ഇൽമിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് അധികം വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാക്കുകൾ, മഹാന്മാരായ ഉലമാക്കൾ ഇൽമിനെ കുറിച്ച് നമുക്ക് പകർന്നു വെച്ചു പോയ വാക്കുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉദ്ധരിക്കപ്പെട്ട വാചകങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇൽമ് ഇത്രമേൽ മഹത്വമുള്ളതാണെങ്കിൽ, ഇൽമ് ഇത്രമേൽ ശ്രേഷ്ഠതയുള്ളതാണെങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ പദവികൾ ഉയർത്താൻ കാരണമാകുന്ന കാര്യമാണ് ഇൽമ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അള്ളാഹുവിന്റെ മലക്കുകളുടെ ചിറകുകൾ താഴ്ത്താൻ പ്രാപ്തമാണ് ഇൽമിന്റെ ശ്രേഷ്ഠത എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആഴിയിലുള്ള മത്സ്യങ്ങൾ മുതൽ ആകാശലോകത്തുള്ള അള്ളാഹുവിന്റെ പടപ്പുകളെല്ലാം, അവരെല്ലാം ഇൽമുള്ള ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടും എന്ന് നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിയുമ്പോൾ, യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ഖശിയത്ത് ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നത് ഇൽമുള്ള ആളുകൾക്കാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമിനോടുള്ള എന്റെയും നിങ്ങളുടെയും സമീപനം എന്താണ്? അതിനോടുള്ള നമ്മുടെ ആഗ്രഹം എത്രമാത്രമുണ്ട്? ആ മാർഗത്തിലുള്ള നമ്മുടെ പരിശ്രമം എത്രമാത്രമുണ്ട് എന്ന് ഒരാത്മവിചാരണ ചെയ്യാൻ ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ സന്ദർഭത്തെ ഉപയോഗിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ആ മാർഗത്തിലുള്ള നമ്മുടെ പരിശ്രമം, അതിൽ വീഴ്ചകളുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ തിരുത്തലിന് നമ്മൾ ഈ നിമിഷം മുതൽ വിധേയരാകേണ്ടതുണ്ട്. പലപ്പോഴും ഇൽമ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഇൽമിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ, അതിലേക്ക് നമുക്ക് തടസ്സമാകുന്ന, അത് പഠിച്ചെടുക്കാൻ, ആ മാർഗത്തിൽ പരിശ്രമിക്കാൻ
നമുക്ക് തടസ്സമാകുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം ചെറിയ രൂപത്തിൽ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സംസാരം അവസാനിപ്പിക്കാം. അതിലൊന്നാമത്തേത് സഹോദരങ്ങളെ ഹുബ്ബുദ്ദുനിയ. ഹുബ്ബുദ്ദുനിയ ദുനിയാവിനോടുള്ള സ്നേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ദുനിയാവിനോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്ക് സുപരിചിതമാണ്. മാലി വലിദ്ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? മാ അന ഫിദ്ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തവല്ല തഹ്ത ശജറത്തിൻ സുമ്മ റാഹ ഫതറകഹ. ഞാൻ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ മാത്രമാണ്. യാത്രാമധ്യേ ഒരു തണൽ ലഭിക്കാൻ വേണ്ടി ഒരു മരത്തെ പ്രാപിച്ച ഒരു വഴിയാത്രക്കാരനെ പോലെ മാത്രമാണ് ഞാൻ ഈ ദുനിയാവിലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നും ദുനിയാവിലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള സന്ദർഭം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരുപരുത്ത ഈത്തപ്പനയുടെ പായയിൽ കിടന്ന് ആ കിടപ്പിൽ മുഹമ്മദ് മുസ്തഫയുടെ ദേഹത്ത് പാടുകൾ വീണത് കണ്ടപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കാൻ പറ്റാതെ മഹാന്മാരായ സ്വഹാബത്ത് അങ്ങേക്ക് നല്ല മിനുസമുള്ള വിരിപ്പ് ഞങ്ങൾ തയ്യാറാക്കി കൊണ്ടുവരാം അള്ളാഹുവിന്റെ റസൂലെ എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാലി വലിദ്ദുനിയ മാ അന ഫിദ്ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തവല്ല തഹ്ത ശജറത്തിൻ സുമ്മ റാഹ ഫതറകഹ. ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഞാൻ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെയും ദുനിയാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ആ രൂപത്തിൽ ആകേണ്ടതുണ്ട്. ദുനിയാവ് തന്നെയാണ് ശാശ്വതമായ ഭവനം എന്ന നിലയിൽ നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നദ്ദുനിയ ഹൽവത്തുൻ ഖദിറ. ഈ ദുനിയാവ് ഹരിതാപമാണ്, അത് മധുരതരമാണ്. ഈ ദുനിയാവിലേക്ക് നോക്കുമ്പോൾ അതിന്റെ കാഴ്ചകൾ നമ്മെ മയക്കുന്ന കാഴ്ചകളാണ്, നമ്മെ പിടിച്ചു നിർത്തുന്ന, നമ്മെ ഉലച്ചു കളയുന്ന, മനസ്സിനെ പിടിച്ചു വലിക്കുന്ന കാഴ്ചകൾ ദുനിയാവിൽ ബാഹ്യമായി നോക്കുമ്പോൾ കണ്ടേക്കും. അതുപോലെ തന്നെ ഹൽവ, അത് മധുരതരമാണ്. ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ അതിന്റെ ബാഹ്യമായ രൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ആസ്വാദ്യകരമാണ്. അതിൽ മനം മറന്ന് ജീവിക്കാനല്ല നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ദുനിയാവ് തന്നെയാണ് എല്ലാം എന്ന നിലയിൽ ജീവിക്കാനല്ല നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, വഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ. ആ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രതിനിധികളാക്കിയിരിക്കുന്നു. ഫയൻദുറു കൈഫ തഅമലൂൻ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദുനിയാവിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അബൂ നുഐം അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ മൈമൂൻ ഇബ്നു മെഹ്റാനിന്റെ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. പ്രസിദ്ധമായ, പലപ്പോഴും നമ്മളെല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. മൈമൂൻ ഇബ്നു മെഹ്റാൻ അദ്ദേഹം ഏറെ പ്രായമായ സമയത്ത്, വാർദ്ധക്യത്തിന്റെ നല്ലൊരവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹസനുൽ ബസ്രി റഹിമഹുള്ളയെ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹം വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ മകൻ അമ്ര ഈ വാപ്പയെയും കൊണ്ട് മൈമൂൻ ഇബ്നു മെഹ്റാനെയും കൊണ്ട് ഹസനുൽ ബസ്രിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അദ്ദേഹം വേച്ചാണ് നടക്കുന്നത്. യാത്രയുടെ ഓരോ സന്ദർഭങ്ങളിലും ഈ മകൻ തന്റെ ഉപ്പയെ പിടിക്കുന്നുണ്ട്, ചേർത്ത് വെക്കുന്നുണ്ട്, വാപ്പാക്ക് വേണ്ടി എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നടന്നു, ഒരുപാട് പ്രയാസപ്പെട്ട് വാർദ്ധക്യത്തിലായിരിക്കുന്ന ഈ മനുഷ്യൻ മൈമൂൻ ഇബ്നു മെഹ്റാൻ ഹസനുൽ ബസ്രിയുടെ വീടിന്റെ പടിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ വീട്ടിന്റെ വാതിൽ മകൻ മുട്ടി. അങ്ങനെ വാതിൽ തുറന്നുകൊണ്ട് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. അത് ആ വീട്ടിലെ വേലക്കാരിയായ
സ്ത്രീയായിരുന്നു. ആ സ്ത്രീ മകനോട് ചോദിച്ചു, ആരാണ് ഈ വന്നിട്ടുള്ളത്, ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചപ്പോ മകൻ പറഞ്ഞു, ഹാദാ മൈമൂൻ ഇബ്നു മെഹ്റാൻ, ഈ വന്നിട്ടുള്ളത് മൈമൂൻ ഇബ്നു മെഹ്റാനാണ് എന്ന് പറഞ്ഞു. ആ സ്ത്രീ അവരോട് ചോദിച്ചു, ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിന്റെ മന്ത്രിയായിരുന്ന അതേ മൈമൂൻ ഇബ്നു മെഹ്റാൻ തന്നെയാണോ ഈ വന്നിട്ടുള്ളത്? ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിന്റെ മന്ത്രിയായിരുന്ന അതേ മൈമൂൻ ഇബ്നു മെഹ്റാൻ തന്നെയാണോ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നഅം, അതേ വ്യക്തി തന്നെയാണ് ഈ വന്നിട്ടുള്ളത്, അതേ മന്ത്രിയായിരുന്ന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിന്റെ പ്രധാനപ്പെട്ട ആളായിരുന്ന അതേ മൈമൂൻ ഇബ്നു മെഹ്റാൻ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, ഒരു നല്ല കാലഘട്ടത്തിൽ ജീവിച്ച് ഒരു നല്ല സന്ദർഭത്തിൽ സുഷുപ്തിയിൽ സന്തോഷത്തിൽ ആരോഗ്യത്തിൽ ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിലൊക്കെ ജീവിച്ചിട്ട് ഈ കാലത്തേക്കും താങ്കൾ ബാക്കിയായിരിക്കുകയാണോ എന്ന രൂപത്തിൽ ഒരൽപ്പം പരുക്കൻ രൂപത്തിൽ ആ സ്ത്രീ സംസാരിച്ചപ്പോ മൈമൂൻ ഇബ്നു മെഹ്റാൻ കരയുകയാണ്. അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ട് അകത്ത് നിന്ന് ഹസൻ അൽ ബസ്രി റഹിമഹുല്ല പുറത്തേക്ക് വന്നു. ഹസൻ അൽ ബസ്രി റഹിമഹുല്ല പുറത്തേക്ക് വന്നിട്ട് മൈമൂൻ ഇബ്നു മെഹ്റാനെ കണ്ടപ്പോ ഇദ്ദേഹത്തെ ഓർമ്മ വന്നു. നേരെ വന്ന് അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് അകത്തേക്ക് ഇരുത്തി ഹസൻ അൽ ബസ്രി റഹിമഹുല്ല മൈമൂൻ ഇബ്നു മെഹ്റാനെ. എന്നിട്ട് മൈമൂൻ ഇബ്നു മെഹ്റാൻ താൻ വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ലഖദ് ആനസ്തു മിൻ ഖൽബി ഗില്ല, എന്റെ കൽബിൽ വല്ലാത്തൊരു പരുക്കത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു നസീഹത്ത് വേണം, എന്തെങ്കിലും ഒരു ഉപദേശം വേണമെന്ന് മൈമൂൻ ഇബ്നു മെഹ്റാൻ പറയുകയാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പാഠം, വാർദ്ധക്യത്തിലായിരിക്കുന്ന മനുഷ്യൻ, രോഗപീഠകൾ അനുഭവിക്കുന്ന മനുഷ്യൻ മകന്റെ കയ്യും പിടിച്ച് വേച്ച് ഒരുപാട് ദൂരം നടന്നുകൊണ്ട് ഹസൻ അൽ ബസ്രിയെ കാണാൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? ദുനിയാവിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനാണോ? അല്ലെങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും വിഷയങ്ങൾ പറയാനാണോ? എന്തെങ്കിലും പരാതികൾ പറയാനാണോ? അല്ല, മറിച്ച് അദ്ദേഹം വന്നതിന്റെ ഒരേ ഒരു കാരണം, ലഖദ് ആനസ്തു മിൻ ഖൽബി ഗിൽദ, എന്റെ കൽബിന് വല്ലാത്തൊരു കട്ടി അനുഭവപ്പെടുന്നുണ്ട്, എനിക്കതൊന്ന് മൃദുവാക്കി തരണം. എന്റെ കൽബ് അള്ളാഹുമായി നല്ല ബന്ധമുണ്ടാക്കുന്ന രൂപത്തിൽ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് പ്രതിഫലിക്കുന്ന രൂപത്തിൽ എന്റെ കൽബിനെ ഒന്ന് മൃദുവാക്കി തരണമെന്നാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. ആ സമയത്ത് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകളാണ് ഓതിയത്. അറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. ഈ 3 ആയത്തുകൾ അങ്ങ് ഓതിയപ്പോ അദ്ദേഹം ബോധരഹിതനായി വീഴുകയാണ്. മൈമൂൻ ഇബ്നു മെഹ്റാൻ ബോധരഹിതനായി വീഴുകയാണ്. അങ്ങനെ പിന്നീട് ബോധമൊക്കെ തെളിഞ്ഞ് ആ വീട്ടിൽ നിന്ന് മകൻ വാപ്പയുടെ കയ്യും പിടിച്ച് തിരികെ അവരുടെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ മകൻ വാപ്പയോട് ചോദിച്ചു, നമ്മൾ ഇത്രയൊക്കെ സഞ്ചരിച്ച് വന്നിട്ട് നമ്മൾ ഒരു നസീഹത്ത് ചോദിച്ചപ്പോൾ കൂടുതലൊന്നും പറയാതെ ഒരു 3 ആയത്ത് മാത്രമാണല്ലോ ഹസൻ അൽ ബസ്രി ഓതിയത്. ഞാൻ ഹസൻ അൽ ബസ്രി എന്നൊക്കെ കേട്ടപ്പോ ഞാൻ ഇതിനേക്കാളൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ അദ്ദേഹം നസീഹത്ത് ചോദിച്ചപ്പോൾ ഒരു 3 ആയത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ഓതാനുണ്ടായിരുന്നത്, പറയാനുണ്ടായിരുന്നത്. അവഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. ഈ 3 ആയത്തുകൾ വാപ്പ മകന്റെ നെഞ്ചിലേക്കൊന്ന് അമർത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ, അദ്ദേഹം ഓതിയ ഈ 3 ആയത്തുകൾ, എന്റെ മോനെ, നിന്റെ ഹൃദയം കൊണ്ട് ഈ ആയത്തുകൾ ഓതുകയാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഒരുപാട് മുറിപ്പാടുകൾ വീഴ്ത്താൻ ശേഷിയുള്ള ആയത്തുകളാണ് ഈ ആയത്തുകൾ. ഇതേ മൈമൂൻ ഇബ്നു മെഹ്റാൻ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്ത്, നല്ല എല്ലാത്തിനും പോരുന്ന എന്ന് തോന്നുന്ന ആ സമയത്ത് കഅബ തവാഫ് ചെയ്യുമ്പോ അവിടെ വെച്ചും മൈമൂൻ ഇബ്നു മെഹ്റാൻ ഹസൻ അൽ ബസ്രിയെ അന്ന് കാണുന്നുണ്ട്. അന്ന് കണ്ടപ്പോഴും
മൈമൂൻ ഇബ്നു മെഹ്റാൻ ഹസൻ അൽ ബസരിയോട് എനിക്കൊരു ഉപദേശം തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അന്നും ഓതിയത് ഇതേ 3 ആയത്തുകളാണ്. അറഅയ്ത ഇമ്മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? അറഅയ്ത ഇമ്മത്തഅനാഹും സിനീൻ, ഏതാനും ചില വർഷങ്ങൾ നിങ്ങൾ അവർക്ക് ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ നൽകി നാം ജീവിപ്പിച്ചാൽ, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ നൽകി ആരോഗ്യത്തിൽ പരമാവധി സുശക്തിയിൽ, സമ്പത്തിൽ അതിന്റെ പരമാവധി അതിന്റെ വലുപ്പത്തിൽ എല്ലാം തന്നെ നാം അവരെ ദുനിയാവിൽ ജീവിപ്പിച്ചാലും പിന്നീട് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവരിലേക്ക് വന്നാൽ, മരണം അവരിലേക്ക് വന്നാൽ, അവർ ആസ്വദിച്ചതോ അവർ അനുഭവിച്ചതോ ആയ ഒന്നും, അവർ ആസ്വദിച്ചതോ അവർ അനുഭവിച്ചതായ ഒന്നും അവർക്ക് യാതൊരു ഫലവും ചെയ്യുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമ്മൾ ആരോഗ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ജീവിച്ചാലും, ഈ ദുനിയാവിൽ പ്രശസ്തിയുടെ ഏറ്റവും കൊടുമുടിയിൽ നമ്മൾ ജീവിച്ചാലും, ഈ ദുനിയാവിൽ സമ്പത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നമ്മൾ ജീവിച്ചാലും, പരലോകത്തെ തട്ടിച്ചു നോക്കുമ്പോ നമ്മുടെ ജീവിതം എത്രമാത്രം ചെറുതാണ്. പരലോകത്തെ ജീവിതത്തെ തട്ടിച്ചു നോക്കുമ്പോ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം എത്രമാത്രം ചെറുതാണ്. ഇല്ല അശിയ്യതൻ ഔ ദുഹാഹ, ഒരു വൈകുന്നേര സമയമോ ഒരു ദുഹാ സമയം മാത്രമോ എന്ന് തോന്നുന്ന രൂപത്തിലാണ് പരലോകത്ത് ചെന്ന് നിൽക്കുമ്പോ ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് അനുഭവപ്പെടുന്നത്. ഒന്നുമല്ല ഈ ദുനിയാവിലെ ജീവിതം. ഇനി നമ്മൾ അങ്ങനെ പരമാവധി ഈ ദുനിയാവിന്റെ ആയുസ് നമ്മൾ ജീവിച്ചാലും മരണം നമ്മിലേക്ക് വന്നാൽ, മരണത്തിന്റെ മലക്ക് നമ്മിലേക്ക് വന്നാൽ, നമ്മൾ ഈ ദുനിയാവിൽ ആസ്വദിച്ചതോ അനുഭവിച്ചതോ പിന്നെ അങ്ങോട്ട് ഉപകരിക്കുകയില്ല എന്നുള്ളതാണ്. മലക്കങ്ങട് വന്നു കഴിഞ്ഞാൽ, ഈ ദുനിയാവിനോട് നമ്മൾ അങ്ങ് വിട പറഞ്ഞാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയുടെ ജനാസ ഖബറടക്കിക്കൊണ്ട് ഖബറിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത്, പരലോകത്തേക്ക് മുന്നിടുന്ന സമയത്ത് ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് ആ മനുഷ്യൻ നോക്കുന്നിടത്തെല്ലാം ആ മലക്കുകൾ ഇരിക്കും. മലക്കുൽ മൗത്ത്, അതിനുശേഷം മലക്കുൽ മൗത്ത് വരും. അവന്റെ തലഭാഗത്തിരിക്കും. തലഭാഗത്തിരുന്നു കൊണ്ട് നല്ല വ്യക്തിയാണെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് പുറപ്പെട്ടു വരൂ എന്ന രൂപത്തിൽ സ്വാഗതമരുളിക്കൊണ്ട് റൂഹിനെ കൊണ്ടുപോകുന്ന സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ, ഈ ദുനിയാവിൽ നിന്ന് അങ്ങ് വിട പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമ്മൾ ആസ്വദിച്ചതോ അനുഭവിച്ചതോ ആയ ഒന്നും നമുക്ക് യാതൊരു ഗുണവും ചെയ്യുകയില്ല എന്നുള്ളതാണ്. മരണം എന്നുള്ളത് നമ്മൾ നിശ്ചയിച്ച സമയത്തോ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തോ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തോ വരുന്ന ഒന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലാൻ ശ്രമിക്കുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. നീ ഒളിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന മരണത്തിന്റെ സക്ര അത് യാഥാർത്ഥ്യമായി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ ഉറപ്പുള്ള കോട്ടയ്ക്കുള്ളിലാണെങ്കിലും മരണം നിങ്ങളെ ബാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയുടെ ജനാസ ഖബറടക്കിക്കൊണ്ട് ഖബറിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബക്ക ഹത്താ ബല്ലതറ. താഴെയുള്ള മണ്ണ് നനയുമാറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു.
കരഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു വിഷയം പറയുന്നതിന്റെ മുന്നോടിയായി മുഹമ്മദ് മുസ്തഫയുടെ കണ്ണുകൾ നിറഞ്ഞു. അവിടുത്തെ കണ്ണുനീർ താഴെയുള്ള മണ്ണിനെ നനക്കുമാറ് അത്രയും ഒഴുകി എന്ന് പറയുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഹൃദയം ഒരു വേദനയോടുകൂടെ, അതിലപ്പുറം ഒരു ജാഗ്രതയോടുകൂടെ എന്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം പറഞ്ഞത് എന്ന് ചിന്തിക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയം പാകപ്പെടേണ്ടതുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ വിളിക്കാണ്, എന്നെയും നമ്മളെയും വിളിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫയുടെ ഉമ്മത്തിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുകയാണ്, യാ ഇഖ്വാനി ലിമിത്ലി ഹാദാ ഫഅഇദു, എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെയൊരു സന്ദർഭത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം. ഈ മരണം ഏത് സമയത്തും നമ്മിലേക്ക് വരാവുന്നതാണ്. ദുനിയാവ് ഏത് സമയത്തും നമ്മിൽ നിന്ന് നഷ്ടപ്പെടാവുന്നതാണ്. ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ, ദുനിയാവിന്റെ നൈമിഷികതയെ തിരിച്ചറിയാൻ, ദുനിയാവിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുമ്പോഴാണ് ദുനിയാവിനോടുള്ള മഹബ്ബ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതാകുന്നത്. ദുനിയാവിനോടുള്ള മഹബ്ബത്തും ഇൽമ തേടാനുള്ള പരിശ്രമവും ഒരിക്കലും ഒന്നിച്ചു പോവുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമ തേടുന്ന വഴിയിൽ നമുക്കുള്ള വലിയ പ്രതിബന്ധം അതെന്താണ്? ഒന്നാമത്തേത് ഹബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള സ്നേഹമാണ്. രണ്ടാമത്തേത് അൽ കിബ്റു വൽ ഇഅ്ജാബു ബിന്നഫ്സ്, രണ്ടാമത്തേത് അഹങ്കാരമാണ്. അതുപോലെ തന്നെ താൻ തരക്കേടില്ല എന്ന ചിന്തയാണ്. ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമിന്റെ മാർഗത്തിൽ നിന്ന്, യഥാർത്ഥ ഇൽമിന്റെ മാർഗത്തിൽ നിന്ന് നമ്മെ തടുക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സഅസ്രിഫു അൻ ആയാതിയ അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, അഹങ്കാരം കാണിക്കുന്ന ആളുകൾ, ന്യായമില്ലാത്ത രൂപത്തിൽ അഹങ്കാരം കാണിക്കുന്ന ആളുകളെ നമ്മുടെ ആയാത്തുകളിൽ നിന്ന് തിരിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഹഖ് സ്വീകരിക്കാൻ, ഹഖിന്റെ കൂടെ നിൽക്കാൻ, ഹഖിന്റെ മാർഗത്തെ പഠിക്കാൻ, ഹഖിലേക്ക് കൂടുതൽ അടുക്കാൻ, അത് കൂടുതൽ ജീവിതത്തിൽ തഹ്ഖീഖ് ചെയ്യാൻ കിബ്റുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്താണ് കിബ്ർ എന്ന് പറഞ്ഞാൽ? പൊതുവെയുള്ള തെറ്റിദ്ധാരണ കിബ്ർ എന്ന് പറഞ്ഞാൽ അത് നല്ല വസ്ത്രം ധരിക്കലും നല്ല രൂപത്തിൽ നടക്കലും ഒക്കെയാണ് എന്ന ധാരണ പലപ്പോഴും പൊതുസമൂഹത്തിലുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ കിബ്റു ബതറുൽ ഹഖ് വ ഗംതുൻ നാസ്, ജനങ്ങളെ നിസ്സാരമായി കാണലും അതുപോലെ തന്നെ ഹഖിനെ സ്വീകരിക്കാതിരിക്കലുമാണ് കിബ്ർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കിബ്ർ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഇൽമിന് അത് വലിയ തടസ്സമാണ്. ഇൽമ് പഠിക്കാത്തിടത്തോളം, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൽമ് എത്രമാത്രം എന്തുകൊണ്ട് അനിവാര്യമാകുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ആ ഇൽമ് പഠിക്കാൻ, ആ ഇൽമ് അത് നേടിയെടുക്കാൻ കിബ്ർ എന്നുള്ളത് വലിയ തടസ്സമാണ്. മൂന്നാമത്തേത് അൽ-ദുനൂബു വൽ മആസി, പാപങ്ങൾ ഇൽമ് പഠിക്കാൻ വലിയ തടസ്സമാകുന്ന കാര്യമാണ് പാപങ്ങൾ എന്നുള്ളത്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി, എനിക്ക് ഹിഫ്ളാക്കാൻ പറ്റുന്നില്ല, കാര്യങ്ങളെ മനപ്പാഠമാക്കാൻ പറ്റുന്നില്ല, മനപ്പാഠമാക്കിയതിനെ യഥാർത്ഥ രൂപത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല എന്ന നിലയിൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസ്താദായ വഖീഇനോട് പരാതി പറഞ്ഞപ്പോ ഫഅർശദനി ഇലാ തർക്കിൽ മആസി, എന്നോട് അദ്ദേഹം ഉപദേശിച്ചത് പാപങ്ങൾ ഒഴിവാക്കാനാണ്. ഫഅഖ്ബറനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇൽമ് എന്ന് പറയുന്നത് പ്രകാശമാണ്, അല്ലാഹുവിന്റെ പ്രകാശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നൽകുകയില്ല. ഇൽമ് പ്രകാശമാണെങ്കിൽ പാപം ഇരുട്ടാണ്. പാപവും പ്രകാശവും ഇരുട്ടും
ഒരിക്കലും ഒരു സ്ഥലത്ത് ഒന്നിച്ച് സമ്മേളിക്കുകയില്ല. അതുകൊണ്ട് പാപങ്ങൾ എന്നുള്ളത് ഇൽമ പഠിക്കുന്നതിൽ വലിയ തടസ്സമാകുന്ന കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അദ്ദുനൂബു തുദഇഫുൽ ഖൽബ്, അദ്ദുനൂബു തുദഇഫുൽ ഖൽബ്, പാപങ്ങൾ ഹൃദയത്തെ ബലഹീനമാക്കും. വതൂഹിലുൽ ബദൻ, ശരീരത്തിന് പോലും ആ ബലഹീനത ഉണ്ടാക്കും. വതുദ്ലിമുൽ ബസീറ, വതുദ്ലിമുൽ ബസീറ, ദീർഘദൃഷ്ടിക്ക് അത് അന്ധകാരമേകും. വതസുദ്ദു ബാബൽ ഫഹ്മി അനിൽ ഇൽമ, ഇൽമിനെ തൊട്ട് അത് മനസ്സിലാക്കാനുള്ള വാതിലുകളെ അത് അടച്ചു കളയുമെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും കരുതേണ്ട പാപങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഒരു പാപം ആ ഒരു പാപം മാത്രമായി അത് നിലനിൽക്കും എന്നൊരിക്കലും നമ്മൾ കരുതണ്ട. പാപങ്ങൾക്ക് ഒരുപാട് അനന്തര ഫലങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ദഅഉ വ ദവാഇ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. പാപങ്ങൾ നമ്മെ മറ്റു പാപങ്ങളിലേക്ക് നയിക്കും. പാപങ്ങൾ നമ്മെ നന്മകളിൽ നിന്ന് തടക്കും. പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവുമായിട്ടുള്ള വഹ്ശത്തുണ്ടാക്കും. അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മുടെ ഇബാദത്തിൽ, നമ്മുടെ ദുആയിൽ, അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ വലിയ ഏകാഗ്രത സൃഷ്ടിക്കാൻ പാപങ്ങൾക്ക് സാധിക്കും. ആ രൂപത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മൾ കരുതേണ്ട നമ്മുടെ പാപങ്ങൾ അതൊരു പാപം മാത്രമായി നിലനിൽക്കും എന്ന് നമ്മൾ കരുതേണ്ട. ഒരുപാട് നന്മയിൽ നിന്ന്, പ്രത്യേകിച്ച് ഇൽമിൽ നിന്ന് നമ്മെ പാപങ്ങൾ തടുക്കും എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് മോശമായ കൂട്ടുകെട്ട്. മോശമായ കൂട്ടുകെട്ട് നമ്മെ ഇൽമിൽ നിന്ന് തടുക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. അതുകൊണ്ട് ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മുടെ അനുഭവമായിരിക്കും. നമ്മൾ കൂട്ടുകൂടുന്ന ആളുകൾക്കനുസരിച്ചായിരിക്കും നമ്മുടെ സ്വഭാവവും നമ്മുടെ ഇബാദത്തും ഇൽമിനോടുള്ള നമ്മുടെ സ്നേഹവും അതിനുള്ള പരിശ്രമവും ഒക്കെ ആ രൂപത്തിലായിരിക്കും. അപ്പോ കൂട്ടുകെട്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂട്ടുകെട്ടിനെ കുറിച്ച് ഈ ഹദീസ് എല്ലാം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ കൂട്ടുകെട്ടിന്റെ വിഷയം പറയുമ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു തരം കൂട്ടുകെട്ടുണ്ട്. അത് ഈ ആധുനിക മാധ്യമങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. സ്മാർട്ട് ഫോണുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ സുഹൃത്ത് അതായി മാറിയിരിക്കുമ്പോൾ അതിൽ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത് എല്ലാം നമ്മിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. കൂട്ടുകാരൻ അവന്റെ സ്വഭാവം നമ്മളിൽ പ്രതിഫലിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഇന്നത്തെ കൂട്ടുകെട്ടായ ഈ സംഗതി, ആധുനിക മാധ്യമങ്ങൾ, അതിൽ വരുന്ന കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വളരെ വലിയ കരുതൽ ആ വിഷയത്തിൽ നമുക്ക് വേണ്ടതുണ്ട്. അപ്പോ ഇൽമ പഠിക്കുന്ന മാർഗത്തിൽ നമുക്ക് തടസ്സമാകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ചീത്ത കൂട്ടുകെട്ട് എന്നുള്ളത്. മറ്റൊന്ന് അത്തഅജ്ജുൽ, ധൃതി കാണിക്കലാണ്. അമിതമായ ധൃതി കാണിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൽ അവന് അവഗാഹം നൽകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നമൽ ഇൽമു ബിത്തഅല്ലും, വഇന്നമൽ ഇൽമു ബിത്തഅല്ലും. ഇൽമ് എങ്ങനെയാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത്? ബിത്തഅല്ലും, പഠിച്ചുകൊണ്ടാണ്. ഘട്ടം ഘട്ടമായി പഠിച്ചുകൊണ്ടാണ് ഇൽമ് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഒറ്റക്കൊരു ജുംലയായി പെട്ടെന്ന് അങ്ങ് ആർജിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഇൽമ് എന്നുള്ളത്. നമ്മൾ ഒരുപാട് സമയം അധ്വാനിക്കേണ്ടി വരും. പലപ്പോഴും നമ്മുടെ പല സുഖങ്ങളെയും മാറ്റിവെക്കേണ്ടി വരും. ഒരുപാട് കാലത്തെ ക്ഷമ
അതിന് ആവശ്യമായി വേണ്ടി വരും. ആ ഒരു രൂപത്തിൽ ധൃതി കാണിക്കാതെ നമ്മൾ ഇൽമ പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ധൃതി കാണിക്കുക എന്നത്, അറബി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന് എന്നാണ് തീരാൻ? നഹ്വിന്റെ കിതാബുകൾ കാണുമ്പോൾ, സർഫ് കാണുമ്പോൾ ഇതൊക്കെ ഇനി തീരാൻ, നമ്മളെ കൊണ്ടൊക്കെ പ്രാപ്തമാവോ എന്ന് ചിന്തിച്ച് ഇതൊക്കെ കഴിയുന്നതാണോ ചിന്തിച്ച് പിന്മാറുന്ന അവസ്ഥ. തജ്വീദ് പഠിക്കാനായി പരിശ്രമിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് വഴങ്ങോ, ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണോ, ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന രൂപത്തിൽ പിന്മാറുന്ന അവസ്ഥ. വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുമ്പോൾ ഇത് സാധ്യമായ കാര്യമാണോ എന്ന രൂപത്തിൽ കുറച്ചൊക്കെ പരിശ്രമിച്ച് പെട്ടെന്ന് കിട്ടുന്നില്ല എന്നതിന്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥ. ഹദീസുകൾ പഠിക്കും അതുപോലെ തന്നെ. അങ്ങനല്ല, അത് സാധിച്ചിട്ടുണ്ട്. ഈ ദുനിയാവിൽ അത് സാധിച്ച ആളുകളുണ്ട്. വിശുദ്ധ ഖുർആൻ മുഴുവനായി ഹിഫ്ളാക്കിയ ആളുകൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സമാഹരിച്ച ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഇതെല്ലാം ഹിഫ്ളാക്കിയ ആളുകൾ, ബുലൂഗുൽ മറാം ഇങ്ങനെയുള്ള കിതാബുകൾ ഹിഫ്ളാക്കിയ ആളുകൾ ഏതോ കാലഘട്ടത്തിലല്ല, ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരും നമ്മളെപ്പോലെ മജ്ജയും മാംസവും ഉറക്കവും ക്ഷീണവും അതുപോലെയുള്ള കാര്യങ്ങൾ, വികാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്. അവർക്ക് സാധിച്ചിട്ടുണ്ട്. സാധിച്ച ആളുകൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ പോകുന്ന പരലോകത്തേക്കാണ്. അവർക്ക് ഉണ്ടാകുന്ന ഹിസാബൊക്കെ തന്നെയാണ് നമ്മളെയും കാത്തിരിക്കുന്നത് എന്ന ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇൽമിന്റെ മാർഗത്തിൽ ധൃതി കാണിക്കാൻ പാടില്ല. ഇൽമ് പഠിക്കാനുള്ള പരിശ്രമത്തിന് ധൃതി കാണിക്കണം. എന്നാൽ ഒറ്റയടിക്ക് അതിങ്ങോട്ട് കിട്ടണം എന്ന നിലയിൽ ഒരിക്കലും നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ, ഇൽമിന് പ്രതിബന്ധമാകുന്ന ഈ പറയപ്പെട്ട കാര്യങ്ങൾ, ഇതിനെയെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ, ഇതിനെയെല്ലാം ജീവിതത്തിൽ നിന്ന് ജാഗ്രതയോടുകൂടെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമ പഠിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഈ ദുനിയാവിൽ തന്നെയും സമാധാനപൂർണമായ ജീവിതം നമുക്ക് സാധ്യമാകുന്നതും അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും നമുക്ക് അറിവുണ്ടാകുമ്പോഴാണ്. നമ്മുടെ ഖൽബ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഖൽബിന്റെ പ്രഥമ ദൗത്യം, അതിന്റെ പ്രഥമ ഉത്തരവാദിത്യം, അതിന്റെ പ്രഥമ പ്രവർത്തനം അള്ളാഹുവിനെ ദിക്ർ ചെയ്യലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കലും അള്ളാഹുവുമായിട്ടുള്ള ഉൻസാണ് ഖൽബിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രഥമ ദൗത്യം. എന്നിരിക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ തന്നെയും നമുക്ക് ആശ്വാസവും സമാധാനവും സന്തോഷകരവുമായ ജീവിതം സാധ്യമാകണമെങ്കിൽ ഇൽമിന്റെ മാർഗത്തിൽ നമ്മൾ നല്ല രൂപത്തിൽ പരിശ്രമിക്കാൻ, നമ്മൾ ഓരോരുത്തരും കഴിയുന്നത് പോലെ പരിശ്രമിക്കാൻ നല്ല രൂപത്തിൽ തയ്യാറാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലിരിക്കുമ്പോൾ അവിടെ ധാരാളമായി നിർവഹിച്ചിരുന്ന പ്രാർത്ഥനയായി മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ, ദീർഘമായ പ്രാർത്ഥനയാണ്. അതിലൊരു വാചകം, അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. അല്ലാഹുവേ, എന്റെ ഏറ്റവും വലിയ ബേജാറ് ഈ ദുനിയാവാക്കരുത്. അല്ലാഹുവേ, എന്റെ ഏറ്റവും വലിയ ബേജാറ് ഈ ദുനിയാവാക്കരുത്. വലാ മബ്ലഗ ഇൽമിന, ഞങ്ങളുടെ ഇൽമിന്റെ മബ്ലഗ്, അതിന്റെ പാരമ്യം ഒരിക്കലും ഈ ദുനിയാവാക്കി തീർക്കരുതേ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സദസ്സുകളിൽ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മെ ഒന്ന് ആത്മവിചാരണ ചെയ്യുക. എന്റെയും നിങ്ങളുടെയും അക്ബറുൽ ഹമ്മുകൾ മനുഷ്യനുണ്ടാകും. വ്യത്യസ്ത തരം ബേജാറുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഭാവിയെക്കുറിച്ച് വ്യത്യസ്ത രൂപത്തിലുള്ള ആശങ്കയുള്ളവനാണ് മനുഷ്യൻ. എന്നാൽ നമ്മുടെ അക്ബറുൽ ഹമ്മ്, ഏറ്റവും വലിയ ഉത്കണ്ഠ, നമ്മൾ കിടക്കാൻ പോകും അവസാനമായി ചിന്തിക്കുന്ന, നമ്മുടെ കൽബിൽ വ്യാപരിക്കുന്ന ചിന്ത, ഉണരുമ്പോ നമ്മുടെ കൽബിൽ ആദ്യമായി വരുന്ന ചിന്ത, നമ്മുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും നമ്മൾ അധികമായി ചിന്തിക്കുന്ന കാര്യം, അത് ദുനിയാവാണോ എന്ന് നമ്മുടെ ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ
അക്ബറ ഹമ്മിന, അല്ലാഹുവേ ഈ ദുനിയാവാക്കരുത് എന്റെ ഏറ്റവും വലിയ ബേജാറ്. വല മബ്ലഗ ഇൽമിന, ഞാൻ ആർജിക്കുന്ന ഇൽമിൽ അതിന്റെ മബ്ലഗ് ഒരിക്കലും അല്ലാഹുവേ അത് ദുനിയാവാക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ നിമിഷം മുതൽ നമ്മയൊന്ന് ആത്മവിചാരണ ചെയ്യുക. എന്നിട്ട് ഈ പറയപ്പെട്ട കാര്യത്തിൽ, ഇൽമിന്റെ വിഷയത്തിൽ, അതിന്റെ പരിശ്രമത്തിൽ വീഴ്ചകൾ ഉള്ളവരാണ് നമ്മളെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നെങ്കിൽ നമ്മൾ ഇന്നു മുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ തിരുത്തലിന് നമ്മളെ വിധേയരാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ അദാബിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ്, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, അല്ലാഹുവിന്റെ ദീനിലുള്ള വിജ്ഞാനങ്ങൾ അത് ആർജിക്കുന്നതിന് വേണ്ടി പരമാവധി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സംസാരിച്ച സംസാരത്തിൽ അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും തൗഹീദിൽ അടിയുറച്ചു നിന്ന് ജീവിക്കാൻ, സുന്നത്തിൽ അടിയുറച്ചു നിന്ന് ജീവിക്കാൻ, ആ മാർഗത്തിലായിരിക്കാൻ മരണപ്പെടാൻ പ്രഭു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.